വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 21. യോഹന്നാൻ 21 അധ്യായം 1 മുതൽ ഏതാനും ചില വാക്യങ്ങൾ. ടീബരിയോസ് തടാക തീരത്ത് വെച്ച് യേശു വീണ്ടും തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അതിപ്രകാരമായിരുന്നു: ശിമോൻ കീഫായും ഇരട്ടയെന്ന് വിളിക്കപ്പെടുന്ന തോമസും ഗലീലായിലെ കാനായിൽ നിന്നുള്ള നഥാനിയേലും സബദിപുത്രന്മാരും ശിഷ്യന്മാരിൽ മറ്റു രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ കീഫ അവരോട്, ഞാൻ മീൻ പിടിക്കുവാൻ പോകുകയാണ് എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങളും നിന്റെ കൂടെ വരുന്നു എന്ന് പറഞ്ഞു. അവർ ഒരു വഞ്ചിയിൽ കയറിപ്പോയി. ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. എന്നാൽ പ്രഭാതമായപ്പോൾ യേശു തടാകതീരത്ത് നിൽക്കുകയായിരുന്നു. യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. ഉയർത്തെഴുന്നേറ്റ ശേഷം കർത്താവിനെ കൂടാതെ 7 പേർ പാഴ്പണിക്ക് പോയി. അവർക്കൊന്നും കിട്ടിയില്ല. എങ്കിലും കർത്താവ് അവരെ ഉപേക്ഷിക്കാതെ അവർക്ക് ആഹാരം തയ്യാറാക്കിക്കൊണ്ട് കടൽ തീരത്ത് കാത്തു നിന്ന യേശുവിൻ്റെ സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇന്നേ ദിവസം ഉയർപ്പെരുന്നാളിന് ശേഷമുള്ള പുതിയ ഞായറാഴ്ചയും കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ചത്തെ ആരാധനയ്ക്കാൻ നമ്മൾ ഒരുങ്ങുന്നു. അടുത്ത ഞായറാഴ്ച പ്രഭാതത്തിൽ വായിക്കേണ്ട വേദഭാഗത്തിന് ചില വാക്യങ്ങൾ മാത്രമേ വായിച്ചുള്ളൂ. നമ്മൾ ഒത്തിരി പെന്തിക്കോസ്തി പെരുന്നാളും ഒത്തിരി ഉയർപ്പെരുന്നാളും സ്വർഗ്ഗാന പെരുന്നാളൊക്കെ ആചരിച്ചവരാണ്. ഈ വർഷം ഒരെണ്ണം കഴിഞ്ഞു, ഇനിയും വരുന്നു. പക്ഷെ നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? കർത്താവിൻ്റെ പുറകെ 3.5 കൊല്ലം ഇറങ്ങി പുറപ്പെട്ട് നടന്ന ശിഷ്യന്മാരിൽ 7 പേർക്ക് അലസതയുണ്ടായി, മടുപ്പുണ്ടായി, ഏകാന്തത തോന്നി, തൊഴിലില്ലായ്മ അനുഭവപ്പെട്ടു. മടുപ്പ് അനുഭവിച്ചപ്പോൾ ഒരാൾ പറഞ്ഞതനുസരിച്ച് 6 പേരും കൂടെ 7 പേരും കൂടെ ഒരു രാത്രി മുഴുവൻ പാഴുപണി നടത്തി. ഒന്നും കിട്ടാത്ത പാഴുപണി. പക്ഷെ അവരെ കർത്താവ് തള്ളിക്കളയുന്നില്ല. അവരെ തേടി അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ തടാക തീരത്ത് നിന്ന യേശു, ആ യേശു ഇവിടെയും വന്നിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ സങ്കേതഭവനത്തിലെത്തിയിരിക്കുന്നു. നമുക്കും ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് നഷ്ടബോധമുണ്ട്. ഒത്തില്ല, നഷ്ടപ്പെട്ടു പോയി, കിട്ടേണ്ടത് കിട്ടിയില്ല, ചൊവ്വായില്ല, നന്നായില്ല, ഇങ്ങനെയൊക്കെയുള്ള പല വിചാരങ്ങളുമായി നമ്മളും ഇവിടെ കൂടിയിരിക്കുകയാണ്. എങ്കിലും കർത്താവ് നമ്മളെ ഉപേക്ഷിച്ചിട്ടില്ല. കർത്താവിനെ കാണാതെ വണ്ണം കർത്താവ് നമ്മളെ കണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥ നമ്മളെങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യം ആ 7 പേര് നമ്മളോട് ഇന്ന് സാക്ഷിക്കാനിവിടെ വന്നിട്ടുണ്ട്. ആ അനുഭവത്തിന് ശേഷമാണ് പെന്തിക്കോസ്തി പെരുന്നാളിൽ അനേകർക്ക് രക്ഷയുടെ വാതിൽ തുറന്ന് രക്ഷനെ സംഭാവന ചെയ്ത് ജന്മസാഫല്യം അടഞ്ഞു. നമുക്കും ആ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഇന്നത്തെ ഈ ആരാധന സ്ഥലത്ത് സ്വയപരിശോധനയ്ക്കായിട്ട് തന്നതാണ്. ഒന്നും പിടിക്കാത്ത എന്തെല്ലാം വേലകൾ, എവിടെയെല്ലാം എന്തെല്ലാം നമ്മൾ ചെയ്തു. അതിൻ്റെ എല്ലാം പുറകിൽ യേശുവിനെ കൂടാതെ, യേശുവിനോട് ചോദിക്കാതെ, യേശുവിനേക്കാൾ ആരെയൊക്കെ സ്നേഹിച്ച്, ആരെയൊക്കെയോ പറഞ്ഞ്, ആരോടൊക്കെ ചോദിച്ച് നമ്മൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടി അതിന് ക്ഷമ ചോദിക്കാൻ ഒരിക്കൽ കൂടെ പാവത്തിന് പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. പിതാവിലും പുത്രനിലുള്ളതായ നമ്മുടെ വിശ്വാസം പുതുക്കി പരിശുദ്ധാത്മാവിലും സഭയിലുള്ളതായ വിശ്വാസം പുതുക്കുന്ന ഈ സമയം, ഇന്ന് നമ്മൾ യാചിക്കാൻ പോകുന്ന കാര്യം എന്താണ്? ഇന്ന് യാചിച്ചാൽ കർത്താവ് തരാൻ വെച്ചിരിക്കുന്ന കാര്യം എന്താണ്? 3.5 കൊല്ലം കർത്താവിൻ്റെ പുറകെ നടന്ന ശിഷ്യന്മാരെ കർത്താവിനെ കൂടാതെ, കർത്താവിനോട് ചോദിക്കാതെ, കർത്താവിൻ്റെ അനുവാദമില്ലാതെ 7 പേരുടെ ഒരു ചെറിയ ഗ്രൂപ്പ് പാഴ്പണിക്ക് പോയി. നേരം വിളക്കുന്നവരെയും ഇവർക്കൊന്നും കിട്ടിയില്ല. പക്ഷെ പാഴ്പണിക്ക് പോയവരെ കർത്താവ് ഉപേക്ഷിക്കുന്നില്ല. അവിടെ പണി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വരെ, അല്ലെങ്കിൽ അവിടെ പണി തീരുന്നിടം വരെ, പാഴ്പണിയാണെന്ന് അവർക്ക് ബോധ്യമാകുന്നവരെ കർത്താവ് മാറി നിൽക്കുന്ന രംഗം. ചുമ്മാതെ മാറി നിൽക്കുകയല്ല. അവർ ക്ഷീണിച്ച് തളർന്നാ വരാൻ പോകുന്നവരെ അവർക്ക് ആഹാരം തയ്യാറാക്കി, അവർക്ക് വേണ്ടി എല്ലാം ഒരുക്കി തയ്യാറാക്കി കാത്തു നിൽക്കുന്ന ഒരു നല്ല പ്രാണപ്രിയനായ യേശു നമ്മൾ പാഴ്പണി കാണിച്ചാലും നമ്മളെ ഉപേക്ഷിക്കാതെ നമ്മളെ തേടി വരുന്ന സ്നേഹത്തിന് നന്ദി പറയാനാണ് ഇന്നത്തെ കുർബാന. ഈ കുർബാന സമാധാനവും വലിയ സ്തോത്രവുമാണ്. കർത്താവ് എങ്ങനെയാണ് അവരെ സഹിച്ചത്, വഹിച്ചത്, ഒരു രാത്രി മുഴുവൻ മെനക്കെട്ടത് എങ്ങനെയാണ്, കാത്തിരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇന്ന് വായിച്ച വേദഭാഗത്തിൽ ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. പ്രഭാതമായപ്പോൾ യേശു തടാകതീരത്ത് നിൽക്കുകയായിരുന്നു. അതവര് അറിഞ്ഞുമില്ല. അറിവില്ലാതിരിക്കുന്ന അവസ്ഥയിൽ യേശു അവിടെ അടുത്ത് ചെന്നിട്ട് കുഞ്ഞുങ്ങളെ എന്നാ വിളിച്ചത്. നിങ്ങളുടെ അടുക്ക് ഭക്ഷിക്കാൻ വല്ലതും ഉണ്ടോ എന്നേ ചോദിച്ചുള്ളൂ. ഇല്ല, എന്താ ഇല്ലാതെ പോയെന്നല്ല,
വല്ലതും ഉണ്ടോയെന്നാണ് ചോദിച്ചില്ല. ഇല്ലയെന്നറിയാം, ഇല്ലെന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നു. കർത്താവിൻ്റെ ആ മനോഭാവം നോക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് ഇല്ലാത്തത് നമ്മളല്ല പറയേണ്ടത്, അവരെ കൊണ്ട് പറയിക്കണം. ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി. സ്നേഹമുണ്ടോ, കഴിക്കാൻ വല്ലതും ഉണ്ടോ, ആരോഗ്യമുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയണം ഇന്ന ഇന്ന കാര്യങ്ങളില്ല എന്ന്. എന്നാൽ ഞാൻ തരാം, ഞാൻ കരുതിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് രുചിയും മാധുര്യവും വർദ്ധിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ ഉയർപ്പെരുന്നാളും കഴിഞ്ഞ് പുതിയ ഞായറാഴ്ചയും കഴിഞ്ഞു നമ്മളിങ്ങനെ പാഴ്വണി നടത്തി അലഞ്ഞൊലഞ്ഞ് നടക്കുക. പക്ഷെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കർത്താവിനെ കാണാനൊക്കെയില്ല. കർത്താവ് പരിചയമില്ലാത്ത ഒരാളെ പോലെ നമ്മുടെ കൂടെ വന്ന് കുഞ്ഞുങ്ങളെ വല്ലതും ഉണ്ടോ? കർത്താവ് അവരെ കുഞ്ഞുങ്ങളെ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ സഹോദരങ്ങളെന്നൊന്നുമല്ല വിളിക്കുന്നത്, പ്രാണപ്രിയെന്നൊന്നും വിളിക്കുന്നില്ല, കുഞ്ഞുങ്ങളെ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കുശൃതിയാണ് അവർ കാണിച്ചത്. കുഞ്ഞുങ്ങൾ കുശൃതി കാണിച്ചാൽ തല്ലിക്കൊല്ലുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴാണ് ഇത്രയും പരിപാടിയൊക്കെ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ തീർന്നിട്ടില്ല. ഇത് വയസ്സ് എത്രയായാലും കുഞ്ഞുങ്ങൾ ഇതുവരെ തീർന്ന് ഇങ്ങനെ ഓരോ പരിപാടി കഥ പുറകെ നടക്കുക. നമ്മുടെയൊക്കെ പുറകെ എത്ര നാളെ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ മൂത്തവരൊക്കെ പുറകെ നടന്ന് വലിച്ചും പിടിച്ചും തിരിച്ചു കൊണ്ടുവന്നൊക്കെ നമ്മളീ പരുവത്തിലാക്കിയ അവർക്കെല്ലാം നന്ദി പറയുന്ന സ്വതന്ത്ര കുർബാനയാണിത്. കർത്താവ് നമ്മളെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് വരുമ്പം ഞങ്ങൾ ഒത്തിരി കുശൃതി കാണിച്ച് കർത്താവെ ക്ഷമിക്കണം, നിന്നോട് ചോദിക്കാതെയാണ് പോയതെങ്കിലും നീ ഞങ്ങളെ തേടി വന്നല്ലോ എന്ന് പറഞ്ഞാൽ നന്ദി പറയാനാണ്. അതിനുവേണ്ടി ഇപ്പോൾ യാചിക്കാൻ പോവുക. സഹോദരി സഹോദരങ്ങളെ, മാതാക്കളെ, ഗുരുക്കന്മാരെ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കുർബാന അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആദ്യം നമ്മുടെ മേത്തിന്റെ കണ്ണിനുണ്ടായിക്കിട്ടെയാണ്. കർത്താവിന്റെ ഉയർപ്പ് പെരുന്നാളിന് ശേഷം തോമാസിയായ വിശ്വാസത്തിൽ ഉറപ്പിച്ചതായ പുതിയ ഞായറാഴ്ചയ്ക്ക് ശേഷം 7 ശിഷ്യന്മാരെ കർത്താവ് വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ സന്ദർശിക്കുന്ന രംഗമാണ് കണ്ടത്. ആരെല്ലാമായിരുന്നു അത്? തീബരിയോസ് കടൽ തീരത്ത് യേശു വീണ്ടും തന്നെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ അതിപ്രകാരമായിരുന്നു. ശിമോൻ കീപ്പ, തോമസ്, നഥാനിയേൽ, സബദിപുത്രന്മാർ, മറ്റ് 2 പേര്. എത്രയായി? 7 പേരായി. കർത്താവിന് 12 ശിഷ്യന്മാരിൽ ഈ 7 പേർക്ക് ചില കാര്യങ്ങൾ പൊരുത്തമുണ്ടായിരുന്നു. ബാക്കിയുള്ളവരവിടെ പോയി. ഒരാൾ പെട്ടിയാന്ന് ചത്തു പോയിട്ട് ബാക്കി എത്ര പേരുണ്ട്? അപ്പോൾ ആ 11 പേരിൽ ഈ 7ന്റെ ബാക്കി എത്രയുണ്ട്? ആ 4 പേര് അവിടെ പോയി. അവർ വേറെ എങ്ങാണ്ട് ഗ്രൂപ്പ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ 7 പേരൊരു ഗ്രൂപ്പ്, 4 പേര് വേറൊരു ഗ്രൂപ്പ്. യൂദാ മറ്റൊരു ഗ്രൂപ്പ്. പുള്ളി പാതാളത്തിൽ ചെന്ന് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ മാമോദിസ ഏറ്റപ്പോൾ നമ്മളെല്ലാം കർത്താവിൻ്റെ ശിഷ്യരായിരുന്നു. മാമോദിസ ഏറ്റ അന്ന് പിശാചിനെ ഉപേക്ഷിച്ച് മെസ്സിയായ സ്വീകരിച്ച് യേശുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവും ജീവിത പങ്കാളിയായിട്ടൊക്കെ സ്വീകരിച്ച് വിശുദ്ധ കുർബാനയെ അനുഭവിച്ച് അങ്ങനെ നമ്മൾ കർത്താവിന് ശിഷ്യഗണത്തിൽ വന്നവരാണ്. പക്ഷെ വർഷങ്ങൾ ഒത്തിരി കഴിഞ്ഞപ്പോൾ നമ്മൾ ഏത് ഗ്രൂപ്പിലായിപ്പോൾ? യൂദാ ഗ്രൂപ്പിലാണോ, അതോ ഈ 4 പേരുടെ കൂട്ടത്തിലാണോ, ഈ 7 പേരുടെ കൂട്ടത്തിലാണോ? ആരുടെങ്കിലും കൂട്ടത്തിലാകാൻ സാധ്യതയുണ്ട്. ഏത് കൂട്ടത്തിലായാലും അവിടുന്ന് യോഹന്നാൻ കോട്ടായിലേക്ക്, യോഹന്നാൻ്റെ ഗ്രൂപ്പിലേക്ക് നമുക്ക് വേണ്ട മാറാൻ സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ യോഹന്നാന് പോലും ഈ പത്രോസിൻ്റെ പരീക്ഷയിൽ വീണ് പോകേണ്ടി വന്ന അവിടുന്നും യോഹന്നാൻ മടങ്ങി വന്നതാണ്. അപ്പോൾ ഈ 12 പേരുടെയും ബലഹീനത നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓരോരുത്തരുടെ ബലഹീനതയിൽ ഏറ്റക്കുറച്ചിലൂടെ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ കൂടിയും കുറഞ്ഞും വന്നും പോയി നിൽക്കുന്ന സാഹചര്യത്തിൽ സ്ഥിരതയോടെ നമ്മൾ എന്നും കർത്താവിനെ ആരാധിക്കുന്നവരാകുവാൻ നമ്മൾ ഇനി ഒത്തിരി വളരാനുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. നമ്മുടെ ആത്മീയ വളർച്ച എത്രത്തോളമായി? ആത്മാവിൽ അവരെ വളരാത്തത് കൊണ്ടാണ് അവർ കുശൃതി കാണിക്കുന്നത്. കർത്താവിന് അറിയാവുന്നുണ്ട് കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചു. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കുശൃതി കളി നമ്മുടെയും തീർന്നിട്ടില്ല. നമ്മളതറിയുന്നില്ല. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ ആരോഗ്യം, കിട്ടിയ സുഖം, കിട്ടിയ ശക്തി, കിട്ടിയ സന്തോഷം, കിട്ടിയ സ്നേഹം, ഇത് അവരെ മിഥ്യാബോധത്തിൽ, ബാലമനസ്സിലെ ബോഷത്വത്തിൽ ഓടിച്ചാടി കളിച്ച് തുള്ളിച്ചാടി തലകുർത്തി മറിഞ്ഞ് അവരങ്ങ് ജീവിക്കുക. എന്നാൽ പപ്പായുടെ മമ്മയോടൊന്ന് ചോദിക്കുക, പിള്ളേ ഞങ്ങളിങ്ങനെ കുശൃതി കാണിച്ചോട്ടെ. അങ്ങനെ ഒരു ബോധം അവർക്കില്ല. പാല് വേണമെന്ന് പറയും, കളിപ്പാട്ടം വേണമെന്ന് പറയും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കളിപ്പാട്ടം കൂടെ എങ്ങനെ കളിക്കേണ്ടെന്ന് ചോദിക്കുമോ? അതില്ല. അവർക്ക് തോന്നിയവരെയും കളിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ബാലമനസ്സിലെ ബോഷത്വവും മിഥ്യാബോധങ്ങളും കുഞ്ഞുകളിയും പല തരത്തിൽ കിടപ്പുള്ളതുകൊണ്ടാണ് ആത്മനിറവ് 100% ആകാത്തത്. സമൃദ്ധിയായ നേട്ടങ്ങൾ നമുക്കുണ്ടാകാത്തത് അതുകൊണ്ടാണ്.
നമ്മളുടെ ഈ പാഴ്പണിയുടെയും കുഞ്ഞുകളിയുടെയും കാലം കഴിഞ്ഞെങ്കിൽ സമൃദ്ധിയുടെ ഒരു കാലമുണ്ട്. സമൃദ്ധിയായ ജീവൻ തന്ന് വരുന്നവർക്കെല്ലാം വായ്പ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് ഒരു ദൈവത്തിൻ്റെ ബാങ്കിൻ്റെ ബ്രാഞ്ചായിട്ട് മാറാൻ സാധിക്കും. വരുന്നവർക്കെല്ലാം കടം കൊടുക്കാം, വരുന്നവർക്കെല്ലാം അനേക അനുഗ്രഹങ്ങൾ കൊടുക്കാം, ലോൺ കൊടുക്കാം. അങ്ങനെ നിത്യം കുർബാനുവായി വായ്പ കൊടുത്ത് യഹോവയിൽ തന്നെ രസിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകും. കുസൃതി പിള്ളേർക്ക് അവരുടെ രസം കളിപ്പാട്ടത്തിലും ഓട്ടത്തിലും ചാട്ടത്തിലും കുസൃതിയിലുമാണ്. അവരെ ജനിപ്പിച്ച് വളർത്തി കഷ്ടപ്പെട്ട് ആ പരുവത്തിലാക്കി അപ്പനോടും അമ്മയോടും ഒരു നന്ദിയില്ല. അവരെ ചോദിക്കുന്നെല്ലാം കൊടുക്കുന്ന ഒരു മെഷീനായിട്ടാണ് വിചാരം. അവരാഗ്രഹിക്കും നമുക്ക് സാധിച്ചു കൊടുക്കുന്ന ഒരു മെഷീൻ. പൈസ വേണ്ടപ്പോൾ പൈസ, കളിപ്പാട്ടം വേണ്ടപ്പോൾ പൈപ്പം, പാല് വേണ്ടപ്പോൾ പാല്, കുളിക്കേണ്ടപ്പോൾ കുളിപ്പീര്. ഇതൊക്കെ അവരുടെ പണിയാണ്. ഞാനിതൊക്കെ ചെയ്തോളാം, എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തോളാം. നമ്മുടെ ഈ കൊച്ചുകളി ഇനിയും മാറാനുണ്ട്. നമ്മുടെ കുഞ്ഞുകളി മാറിക്കഴിയുമ്പോഴാണ് നമുക്ക് ഈ ദൈവത്തോട് നന്ദി ഉണ്ടാകും. ദൈവത്തോട് നന്ദി. എൻ്റെ കർത്താവ് എന്നെ സൃഷ്ടിച്ചു, രക്ഷിച്ചു, പരിപാലിച്ചു. എൻ്റെ പാപശാപങ്ങൾ മുഴുവൻ നീ ശിക്ഷയേറ്റു. അതെന്നെ സൃഷ്ടിക്കുവാനും രക്ഷിക്കുവാനും പരിപാലിക്കുവാനും കർത്താവിനോട് ചേർക്കുവാനുമാണ്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കുസൃതി കാണിച്ചതിന് ക്ഷമിക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മറ്റുള്ളവരുടെ കുസൃതിയാണ് നമ്മൾ വിഷയാറുണ്ടെന്നല്ലാതെ നമ്മുടെ കുസൃതിയെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഞാൻ ചിന്തിക്കാറുണ്ട്. ഈ നെറ്റിയെ കാണുന്ന പാട് കുസൃതിയുടെ ഇടയ്ക്ക് വീണതാണ്. തിരുനാൾ അമ്മ ഈ വ്രണം വെച്ച് കെട്ടിക്കൊണ്ട് നടന്നു. വലിയൊരു മുറിവായിരുന്നു. അന്ന് ആശുപത്രി കൊണ്ടുപോകാനോ വെച്ച് കെട്ടാനോ സൗകര്യമൊന്നുമുള്ള സ്ഥലം ഒരു കുഗ്രാമമാണ്. ആശുപത്രി പോകണം, ഒത്തിരി അതിന് വണ്ടിയോ വള്ളമോ ഒക്കെ പിടിച്ചു പോകണം. അതിനൊന്നും സൗകര്യമില്ലാത്തതുകൊണ്ട് അമ്മ തന്നെ അങ്ങ് നേഴ്സ് ചെയ്ത് ഒത്തിരി നാൾ ശുശ്രൂഷിച്ചാണ് ഈ നെറ്റിയിലെ പാട് ഒന്ന് കരിഞ്ഞു കിട്ടിയത്. ഒത്തിരി അടി കൊണ്ടിട്ടുണ്ട്. പുസ്തകം വലിച്ച് കീറുക, വാഴ വെട്ടുക, കാണുന്ന എല്ലാ കുസൃതി എല്ലാം കാണിച്ചതിൻ്റെ ഫലമായി ഒത്തിരി അടി ഞാൻ കൊണ്ടിട്ടുണ്ട്. ഞാൻ നന്ദിയോടെ അവരെ കുർബാനയിൽ ഓർക്കുക. അവരെ തല്ലി കൊന്നില്ലേ ഏതായാലും. അതുകൊണ്ട് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി മുറിവുണ്ടായെന്നുള്ളത് ശരിയാണ്. ആ മുറിവിനകത്ത് പഴുപ്പും വേദനയും നീരും ഒക്കെ ഉണ്ടായെന്നുള്ളത് ശരിയാണ്. അത് ഈ 73 കൊല്ലം വരെയും അത് മാറാതെ അടിമനസ്സിൽ കെട്ടിക്കിടന്നു എന്നുള്ളതും ധ്യാനിക്കുമ്പോൾ അവരൊക്കെ മനസ്സിലാകുന്നു. മറഞ്ഞിരിക്കുന്ന ഒത്തിരി സത്യങ്ങളുണ്ട്. നമ്മുടെ അടിമനസ് മുതൽ ഗർഭകാലം മുതൽ നമുക്ക് കിട്ടിയിരിക്കുന്നതായ ഒത്തിരി കുസൃതിയുടേതായ മുറിവുകൾ, ചതവുകൾ, ശാപങ്ങൾ, ദോഷങ്ങൾ മുതലായവ ഇനിയും മാറാൻ കിടപ്പുണ്ട്. അതുകൊണ്ട് അത് നമ്മളെ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മുടെ അപാകതകൾ മുഴുവനും. ഈ 12 ശിഷ്യന്മാരെയും പ്രാർത്ഥിച്ചിട്ട് പിതാവ് പറഞ്ഞിട്ട് എടുത്തു കൊടുത്തു. ഇവരെ എടുത്തു, അവരെ ശരിക്കും വളർത്തിയെടുക്കുക. 3.5 കൊല്ലം കൂടെ പുറകെ നടന്ന് അവിടെ എല്ലാ ബലഹീനതകൾ അറിഞ്ഞുകൊണ്ടാകത്ത അവരെ എടുത്തു. ഈ ഭൂമിയിലെ 12 തരം മനുഷ്യരുടെ പ്രതിനിധികളാണ് അവർ. നമ്മളുടെ പ്രതിനിധികളും അതിനകത്തുണ്ട്. അപ്പോൾ ആരും നിരാശപ്പെടേണ്ട. ഇതൊരു പണിപ്പരയാണ്. ഈ പണിപ്പരയിൽ കുറവുള്ളവരെ കാണുകയുള്ളൂ. കുറവ് തീർന്നു കഴിഞ്ഞാൽ പണിപ്പരയിൽ നിന്ന് മാറ്റപ്പെടും. കുറവുള്ളവർ വന്നുകൊണ്ടിരിക്കും. വർക്ക്ഷോപ്പിൽ വണ്ടി കിടക്കുന്ന പോലെ വീട് പണിക്ക് വേണ്ടി പണിപ്പരയിൽ തടി സാധനങ്ങൾ കൊണ്ട് കയറ്റുന്ന പോലെ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ പലതിനും വന്നും പോയി പണികൾ നടന്നുകൊണ്ടിരിക്കുക. പണി പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് കർത്താവിനുള്ളിൽ വിശ്രമിക്കാനൊരു സ്ഥലമുണ്ട്. കല്യാണ ദിവസം മണവാട്ടിയായി മാറാനായിട്ട് നമ്മളെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലം നമുക്കുണ്ട്. കൊലോസ്യർ 3-ാം അധ്യായത്തിൽ നമ്മുടെ പ്രാണൻ കർത്താവ് പോയ വഴിയെ പോയി കുസൃതിയൊക്കെ കളഞ്ഞ് കർത്താവിൽ തന്നെ രസിച്ച് നിന്നെ അല്ലാതെ എനിക്ക് ഒരാഗ്രഹമില്ല, നീ മാത്രം മതി എന്ന് പറഞ്ഞ അനുസരണത്തിൽ, അടക്കത്തിൽ, ഒതുക്കത്തിൽ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം കയ്യിൽ ഒരുങ്ങിയിരിക്കാമെങ്കിൽ കർത്താവ് സഭയാകുന്ന ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമായി നമ്മളെ പണി പൂർത്തീകരിക്കും, അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യും. ഇപ്പം ഈ ഫാനുകൾ ഇറങ്ങുന്നതിൻ്റെ കാര്യം എന്താ? ഈ ഫാനുണ്ടാക്കിയ സാധനങ്ങൾ എവിടെയൊക്കെയോ കിടന്നതാണ്. അതൊരു എഞ്ചിനീയർ അത് ഡിസൈൻ ചെയ്ത് പ്ലാൻ ചെയ്ത് അത് ഈ ഷേപ്പിലാക്കി അതിനെ കൂട്ടിച്ചേർത്ത് നമ്മൾ കടയിൽ പോയി വാങ്ങിച്ച് അത് കണക്ഷൻ കൊടുത്ത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞപ്പോൾ കിടന്ന് കറങ്ങുന്നു. ഇതുപോലെ നമ്മൾ അനേക പ്രയോജനങ്ങൾ മനുഷ്യർക്ക് കൊള്ളാവുന്ന ഒരു ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരുമായി നമ്മളെ ആക്കി തീർക്കാൻ നമ്മൾ പണിപ്പരയിൽ കിടക്കുക. പണി പൂർത്തിയായിട്ടില്ല. അത് അത്രയും മാത്രം വിചാരിച്ചാൽ മതി. ആരും നിരാശപ്പെടണ്ട. നമുക്ക് സംഭവിച്ചിരിക്കുന്നതെല്ലാം നമ്മുടെ കുസൃതിയുടെയും അപക്വതയുടെയും അപാകതയുടെയും മിഥ്യാബോധത്തിൻ്റെയും ഫലമാണെന്ന് വിചാരിച്ച് നന്ദി പറയുക. അത് വെളിപ്പെട്ടല്ലോ. കർത്താവ് എന്നെ ചൊവ്വാക്കുന്നവരെ ഞാനിതാ നിന്റെ സന്നിധിയിൽ വരുന്നു എന്ന് പറഞ്ഞ് കിട്ടുന്ന അവസരം തക്കത്തിൽ ഉപയോഗിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ അപ്പോസ്തലന്മാരെ കർത്താവ് ആത്മാവിൽ നിറച്ച് ജീവനുള്ള കല്ലുകളായി സഭയിൽ പണിതതുപോലെ നമ്മളെയും പണിയാൻ കർത്താവ് പണിതുകൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധത്തിൽ നമുക്ക് ജീവിക്കാം. പഴയ ഇസ്രയേലും പുതിയ ഇസ്രയേലും ഇതെല്ലാ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു. പഴയ ഇസ്രയേൽ 6 ലക്ഷം പേർക്ക് മിസ്രൈമിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിലും പാലും തേനും ഒഴുകുന്ന ദേശത്ത് എത്താൻ 2 പേർക്കേ കഴിഞ്ഞുള്ളൂ. ബാക്കിയുള്ളവരും 40 കൊല്ലത്തെ ശോധനകളിൽ, അവിടെ പിള്ളേര് കളിയിൽ, അവിടെ കുസൃതി കളികളിൽ, അവിടെ മത്സരത്തിൽ, അവിടെ പിറുപിറുപ്പിൽ അവരും മരുഭൂമിയിൽ പട്ടുപോയി. അവരുടെ മക്കൾക്ക് മാത്രമേ കയറാനത്തുള്ളൂ. അപ്പോൾ
നമ്മുടെ മാതാപിതാക്കൾക്ക് ഇത് കിട്ടാതെ അവരിങ്ങനെ വരണ്ട ദേശത്ത് അലഞ്ഞു നടക്കുക, വെള്ളം കിട്ടാത്തത്. നമ്മുടെ ചുമതലയാണ് യോശുവയും കാലേബും കയറിയ സ്ഥലത്ത് കയറിയിട്ട് അവർക്ക് വല്ലതും കൊണ്ട് കൊടുക്കാൻ. നമ്മൾ മുഖാന്തരം നമ്മുടെ കുടുംബം രക്ഷപ്പെടണം, നമ്മുടെ കഴിഞ്ഞ തലമുറക്കാർ രക്ഷപ്പെടണം, അടുത്ത തലമുറയിലേക്ക് 1000 തലമുറയ്ക്ക് ഒരു അനുഗ്രഹം പോവുകയും വേണം. ഈ ലാക്കോടുകൂടി അവൻ നമ്മളെ പണിതുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധത്തിൽ 106-ാമത്തെ സങ്കീർത്തനം നമ്മൾ ഇന്നങ്ങനെ ഒത്തിരി കാര്യം കേട്ടു. പഴയ ഇസ്രായേലിന് ദൈവം എന്തെല്ലാം അനുഗ്രഹങ്ങൾ കൊടുത്തു, അത് എല്ലാം അവർ തള്ളിക്കളഞ്ഞു. അവരുടെ കൂടെ കൂടിയ അല്ലെങ്കിൽ അവിടെ നടത്തിക്കൊണ്ടിരുന്ന മോശയ്ക്ക് പോലും ദോഷം സംഭവിച്ചു. മോശയ്ക്ക് പോലും അകാല മരണത്തിൽ വേല തേക്കുന്നതിന് മുമ്പ് കനാൻ ദേശത്ത് കയറാതെ പോകേണ്ടി വന്നു എന്ന് നമ്മൾ കേട്ടു. അപ്പോൾ പഴയ നിയമത്തിന്റെ അവസ്ഥ ഏതാണ്? ആ സ്വഭാവത്തിൽ നിന്നും ആ അവസ്ഥയിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് പ്രവേശിച്ചാൽ യോശുവയുടെയും കാലേബിന്റെയും അനുഭവം പോലെ, യോഹന്നാൻ ശ്ലീഹായുടെ അനുഭവം പോലെ കുരിശിന്റെ ചുവട് വരെ പോയി നിന്ന് നമ്മുടെ കുശൃതികളെല്ലാം മാറ്റി നിന്നെ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിൽ, ഞാൻ നിന്നെ മാത്രമേ രസിക്കുന്നുള്ളൂ, നിന്നിൽ മാത്രമേ എനിക്ക് രസമുള്ളൂ. നമുക്ക് പല കാര്യങ്ങളിൽ രസമുണ്ടെന്നുള്ളതാണ് പ്രശ്നം. യേശുവിലല്ലാത്ത രസത്തിന്റെ അതോടെല്ലാം പിശാചും കൂടി ഉണ്ട്. യേശുവിനെ കൂടാതെയുള്ള സകല പരിപാടികളും പിശാചിന് കൂടാൻ സാധിക്കും. അതുകൊണ്ട് യേശുവിനെ കൂടാതെ ഒന്നും ചെയ്യരുത്. എവിടെ പോയാൽ യേശു കൂടെ ഉണ്ടോ എന്ന് നോക്കണം. എല്ലാം ചോദിച്ചിട്ടേ ചെയ്യാവൂ. എനിക്ക് നിന്നിലാണ് രസമെന്ന് പറഞ്ഞോണം. ഏത് കാര്യം നടന്നാലും നടക്കുന്നതിന് മുമ്പൊക്കെ കർത്താവിനോടുള്ള ബന്ധം പുതുക്കി നിൽക്കാമെങ്കിൽ അവൻ നമ്മുടെ കർത്താവിന് തലയോട് ചേരുന്ന ഉടലായി മാറും. കർത്താവിന് ചങ്കും കരളുമായി മാറാൻ സാധിക്കും. കർത്താവിൻ്റെ കൈകളോ കാലുകളോ ഒക്കെ പല അവയവങ്ങളായി മാറാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ ബോധ്യത്തിൽ 106-ാമത്തെ സങ്കീർത്തനത്തിൽ എത്ര വാക്യങ്ങളുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ? 48 വാക്യങ്ങളുണ്ട്. 47-ാമത്തെ വാക്യത്തിൽ ആ സങ്കീർത്തനക്കാരൻ അവസാനത്തിൽ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങളെ രക്ഷിക്കണമേ, നിന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവാനും നിന്റെ സ്തുതിയിൽ പ്രശംസിപ്പാനും ജാതികളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ശേഖരിക്കണമേ. അങ്ങനെ ശേഖരിക്കപ്പെടേണ്ട ഒരു അവസ്ഥ. അപ്പം ജാതികൾ നമ്മുടെ പ്രാണനെ ചെതറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക. സ്വയാശ്രയത്തിൽ, തന്നിഷ്ടത്തിൽ, കുശൃതിയിൽ, അത്യാഗ്രഹത്തിൽ, തന്നിഷ്ടങ്ങളിൽ നമ്മളെ അതിലേതിലേയും കുശൃതി കാണിക്കാൻ വലിച്ചൊരിച്ചുകൊണ്ട് പിശാച് പോകും. അങ്ങനെ നമ്മുടെ പ്രാണൻ പല സ്ഥലങ്ങളിൽ പാതാളം വരെ പോയി കിടക്കുന്നു. പാതാളം വരെ ചെതറിക്കിടക്കുന്ന പ്രാണനെ രക്ഷിക്കാനാണ് കാത്തിരിപ്പിൻ്റെ വേളകൾ, പ്രാണന്റെ വീണ്ടെടുപ്പ്. നിങ്ങൾ ഈ വീണ്ടെടുപ്പിന്റെ കാലയളവിൽ ഈ സങ്കീർത്തനം 106 ശാന്തമായിരുന്നു വായിച്ച് ഓരോ വാക്യങ്ങളും നല്ലവണ്ണം പരിശോധിച്ച് പഴയ ഇസ്രായേലിന് എന്തെല്ലാം ബലഹീനതകളുണ്ടായിരുന്നു അതെല്ലാം നമുക്കുമുണ്ട്. എന്നിട്ട് നമുക്ക് പുതിയ നിയമത്തിന്റെ കാത്തിരിപ്പിന്റെ പെന്തക്കോസ്തായുടെ അനുഭവം ലഭിക്കുന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ എവിടെയെല്ലാം നമ്മുടെ പ്രാണൻ ചെതറിക്കിടക്കുന്നു അതിൽ നിന്ന് തന്നെ വീണ്ടെടുക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. 39-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ മലിനപ്പെട്ട് തങ്ങളുടെ കർമ്മങ്ങളാൽ പരസംഗം ചെയ്തു എന്നാണ് പറയും. അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ഭാര്യാഭർത്തകന്മാരുടെ ബന്ധം പോലെയാണെന്നാണ് വേദോസം ചെയ്തത്. എന്തിന്? സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഇല്ലാതെ എങ്ങും ഉറങ്ങാൻ അനുവാദമില്ല, എങ്ങും പോകാനും അനുവാദമില്ല, എങ്ങും ജീവിക്കാനും അനുവാദമില്ല. എവിടെയെങ്കിലും പോയാൽ അത് പരസംഗമെന്ന് അതിൻ്റെ പേര്. അത് കേസാണ്, ശാപമാണ്, അശുദ്ധിയാണ്. അപ്പോൾ ഇസ്രായേൽക്കാർ ഇങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ മലിനപ്പെട്ടു, കർമ്മങ്ങളാൽ പരസംഗം ചെയ്തു. നമ്മൾ എത്ര നാളായി പരസംഗം തുടങ്ങിയിട്ട്? നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിലും പള്ളിയിൽ പോകുമെങ്കിലും കർത്താവിലാണോ നമ്മുടെ രസം? നമുക്ക് വേറെ ഏതാണ്ട് കാര്യത്തിൽ രസിക്കണം, അതിന് കർത്താവ് സഹായിക്കണമെന്നും പറഞ്ഞ് നമ്മൾ കുറേ നടക്കുക. അല്ല, കർത്താവിൽ രസിക്കണമെന്ന് പറഞ്ഞ് കർത്താവിന് തപ്പി നടക്കുകയല്ല. ആ ദിശ മാറണം. അപ്പോൾ നമ്മുടെ അടിമനസ്സിൽ പിശാച് പല സ്ഥാപിത താല്പര്യങ്ങൾ തന്നിട്ടുണ്ട്. അത് സാധിക്കാൻ വേണ്ടിയാണ് ഈ കൂടി വന്നിരിക്കുന്നത്. അതിന് നിർമ്മാറ്റിനെയും സങ്കേതഭവനത്തെയും പള്ളിയെയും പട്ടക്കാരെയൊക്കെ മുതലെടുക്കാൻ വന്നിരിക്കുക. ആ പരിപാടി ഒന്ന് നിർത്താവോ? നിർത്തിയിട്ട് കർത്താവ് എനിക്ക് നിന്നിലൊന്ന് രസിക്കണം. നിന്നിൽ തന്നെ രസിക്കുമ്പോൾ കർത്താവ് നമ്മുടെ നല്ല ആഗ്രഹം സാധിക്കുമെന്നാണ് 73-ാം സങ്കീർത്തനം 27-ാം വാക്യത്തിൽ പറയുന്നത്. അങ്ങനെയാണ്. നിന്നെ അല്ലാതെ ഞാനൊന്നും 37-ാം സങ്കീർത്തത്തിൽ പറയുന്നത് ഞാൻ നിന്നിലല്ലാതെ വേറെ എന്തെങ്കിലും രസിക്കുന്നില്ല. അപ്പം 73-ാം സങ്കീർത്തനവും 37-ാം സങ്കീർത്തനവും ഈ സത്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങളിലൊക്കെയുള്ള അപൂർണത പരിഹരിക്കാൻ വേണ്ടിയാണ് കർത്താവ് കൃപായിക നീട്ടി തന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മുടെ നാക്കുകൊണ്ട് എന്തുമാത്രം ദോഷം നമുക്ക് സംഭവിച്ചിരിക്കുന്നു. മോശയ്ക്ക് നാക്കുകൊണ്ടാണ് കമ്പൽസറി റിട്ടയർമെൻറ്റ് വാങ്ങിക്കേണ്ടി വന്നത്. നമ്മൾ ഓരോ സാഹചര്യങ്ങൾ അരുതാത്ത രീതിയിൽ നാക്കിനെ ഉപയോഗിക്കാറുണ്ട്. നമ്മളത് അറിയുന്നില്ല. അത് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിയിട്ട് പിശാചിനോട് നശിപ്പിക്കാൻ വേണ്ടിയാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അതെല്ലാം കുമ്പസാരിച്ച് ഏറ്റു പറഞ്ഞ് യോശുവയെയും കാലേബിനെയും പോലെ കർത്താവേ ഞങ്ങൾക്കും പാലും തേനും ഒഴുകുന്ന ദേശത്ത് എത്തണം.
അവിടെ എത്താനൊക്കാതെ പോയ പൂർവികർക്ക് വേണ്ടി കൂടെ ഞങ്ങൾ കുമ്പസാരിക്കുന്നു, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അടുത്ത തലമുറക്കാർക്ക് ഗതികേട് വരല്ലേ, 1000 തലമുറക്കാർക്ക് അനുഗ്രഹം കൊടുക്കുന്ന ഒരു ഭണ്ഡാരമായി എനിക്ക് മാറണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ പരീക്ഷ പാസ്സായി കഴിയുമ്പോൾ കിട്ടുന്ന അനുഗ്രഹത്തിന്റെ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യന്റെ ഭാഗ്യം എന്താണെന്നുള്ളത് ഇയ്യോബിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ അവസാനത്തെ വാക്യത്തിൽ ആ പ്രതീക്ഷയും ആ പ്രത്യാശയുമാണ് ഏത് കഷ്ടവും സഹിക്കാൻ നമ്മളെ സഹായിക്കേണ്ടത്. ഇയ്യോബിനെ കുറിച്ച് 42 അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ, ഏറ്റവും അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു. അപ്പൊ നമ്മള് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 6 ഘട്ടത്തിൽ നിന്ന് വിടുവിച്ച് 7-ാമത്തെ തിന്മ തൊടാത്ത അവസ്ഥയിൽ എത്തണം. അത് ഇയ്യോബ് 5:26 അപ്പൊ 6 കഷ്ടത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട 7-ാമത്തേൽ തിന്മ തൊടാത്ത അവസ്ഥയിൽ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കടന്നിട്ട് ആത്മഫലങ്ങൾ വിളയിച്ച കറ്റകളായി ഇവിടെ കൂട്ടി വെക്കാനൊക്കുള്ളൂ. അപ്പൊ ആത്മഫലങ്ങൾ വിളയിക്കുന്നവർക്ക് കറ്റകളായി ആത്മഫലങ്ങൾ കൂട്ടിയിട്ടതിന് ശേഷം കല്ലറകൾ ആത്മഫലങ്ങൾ വിളഞ്ഞ് കൂടിക്കിടക്കുന്ന സ്ഥലമായി മാറും. അത് അടുത്ത തലമുറക്കാരൊന്ന് അനുഭവിച്ചോളൂ. പരിമല തിരുമേനിയുടെ കവറിങ്ങിൽ നമ്മൾ വിശുദ്ധന്മാരുടെ കല്ലറകളിൽ പോകുന്നതിന്റെ കാര്യം എന്നാ? അവർ 6 ഘട്ടത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട 7-ാമത്തെ തിന്മ തൊടാത്ത അവസ്ഥയിലെത്തി ആത്മഫലങ്ങൾ വിളയിച്ചു, യഹോവയിൽ തന്നെ രസിച്ചു, അവരുടെ വിശ്രുതി മാറി, അവർ കർത്താവ് മാത്രം മതി എന്ന് പറഞ്ഞ് അടങ്ങി ഒതുങ്ങി കർത്താവിന്റെ കീഴേ പോയിരിക്കും. കർത്താവ് പറയുന്നത് മാത്രം കർത്താവിന്റെ കണ്ണിലോട്ട് നോക്കിയിരിക്കും. കണ്ണുകൊണ്ട് വർത്താനം പറയും, കൈ കൊണ്ട് വർത്താനം പറയും. കാരണം പിശാച് അറിയാതിരിക്കാനാ. കർത്താവിന്റെ കയ്യിലേക്കും കണ്ണിലേക്കും കാലിലേക്കും ചിലപ്പോൾ കാലുകൊണ്ടും വർത്താനം പറയും. പിശാച് അറിയാതെ നമ്മൾ വർത്താനം പറയാം. തൊട്ടടുത്ത് നിൽക്കാന്നിരിക്കട്ടെ, ഭാര്യയും ഭർത്താവും കൂടെ ചന്തയ്ക്ക് പോയി നിൽക്കുമ്പോൾ ശത്രുവിന്റെ അടുത്ത സാധനം വാങ്ങിക്കാൻ നിൽക്കുന്നത്. അവർ തമ്മിൽ എന്തെങ്കിലും വർത്താനം ശത്രു കേൾക്കും. കേൾക്കാതിരിക്കണം എന്നാ ചെയ്യും? കാലുകൊണ്ടൊന്ന് കിരണ്ടും. എന്തുകൊണ്ട്? ശത്രു അടുത്ത് പോകണം. ഇപ്പം എനിക്ക് ഞങ്ങോട്ട് മാറി കണ്ണുകൊണ്ട് കാണിക്കും, കാലുകൊണ്ട് നീണ്ട് ഇങ്ങനെ ഒന്ന് കാണിക്കും. അതിൻ്റെ അർത്ഥം എന്നാ? മാറി നിൽക്കുന്നെങ്കിൽ എനിക്ക് കാര്യം പറയാനുണ്ടെന്ന് പറയും. മനസ്സിലായോ? ഇതുപോലെ കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ കർത്താവ് കാലുകൊണ്ടും വർത്താനം പറയും, കൈ കൊണ്ടും വർത്താനം പറയും, കണ്ണുകൊണ്ടും വർത്താനം. ശത്രു തൊട്ട് അറിയും. അങ്ങനെ അവനെ പ്രസാദിപ്പിക്കാൻ നമ്മളുടെ കണ്ണും കാതും ഒക്കെ എവിടാ? വേറെ എങ്ങാണ്ട് നടക്കുക, വേറെ എങ്ങാണ്ട. അതുകൊണ്ട് കർത്താവ് മുഷിഞ്ഞ് കുഴഞ്ഞിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ ഇയ്യോബിന്റെ ജീവിതത്തിൽ കാലസമ്പൂർണതയിൽ വാർദ്ധക്യത്തിൽ കടന്നു. അവൻ ആത്മഫലങ്ങൾ കറ്റകളായ കൂമ്പാരമായ അവിടെ കൊയ്തു വെച്ചിരിക്കുക. അപ്പൊ നമ്മുടെ ആത്മീയ ജീവിതം കൊണ്ട് അടുത്ത തലമുറക്ക് 1000 തലമുറക്കാർക്ക് മെതിച്ച് എടുക്കുവാൻ തക്കവണ്ണം ആത്മഫലങ്ങൾ കറ്റകളായി കൂട്ടി വെച്ചേച്ച് വേണം പോകാൻ. ഇത്തരം പരിപാടിയെല്ലാം തുടങ്ങിയോ? അടുത്ത ബന്ധിക്കസിക്ക് തൊട്ടിലും കറ്റ കൂമ്പാരമായി കൂട്ടി വെക്കാൻ തുടങ്ങണം. അപ്പോൾ നമുക്ക് അനേകർക്ക് അനുഗ്രഹം കൊടുക്കാൻ സാധിക്കുന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. എപ്പോഴാണ് ഇയ്യോബിന്റെ പരീക്ഷയ്ക്ക് വ്യത്യാസം വന്നത്? 42-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ഇയ്യോബ് തന്നെ പരിഹസിച്ച് തന്നെ കളിയാക്കിയ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നൊക്കെയും യഹോവ അവന് ഇരട്ടിയായി കൊടുത്തു. അപ്പൊ നമുക്ക് പോയതിന്റെ എല്ലാം ഇരട്ടി തരാൻ കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. പക്ഷേ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഏത് സ്നേഹിതന്മാരാ? പരിഹസിക്കുന്ന സ്നേഹിതന്മാർ, പരിഹസിക്കുന്നവരും ഉപദ്രവിക്കുന്നവരും ചൂഷണം ചെയ്യുന്നവരുമായ അവരെല്ലാം അനുഗ്രഹിച്ച് അവരുടെ കാര്യം കർത്താവിനോട് സമർപ്പിച്ച് പറഞ്ഞ് അവർക്കൂടെയുള്ള അനുഗ്രഹം അവർക്ക് സദ്യ കൊടുക്കണമെന്നാ. ഇസ്ഹാക്ക് തന്നെ പരിഹസിച്ച് തൻ്റെ കിണറൊക്കെ അപഹരിച്ച് പുറകെ വന്ന ആ ശത്രുവിന് സദ്യ കൊടുത്ത് അവരെ കൊണ്ട് പറയരുത് നിന്റെ ദൈവം വലിയ ദൈവമാണ്. അപ്പൊ ഈ ടെസ്റ്റൊക്കെ പാസ്സാകാമെങ്കിൽ 1000 തലമുറക്കാർക്ക് ഒരു അനുഗ്രഹം കൊടുത്ത് സംഭരിച്ചു വെച്ച് അത് നമ്മുടെ അസ്ഥികളിൽ കൂടെയും നമ്മുടെ പടങ്ങളിൽ കൂടെയും നമ്മുടെ ഓർമ്മയിൽ കൂടെയും ഒക്കെ അനുഗ്രഹം കിട്ടും. വിശുദ്ധന്മാരുടെ പേര് പറയുമ്പോൾ ഒരു അനുഗ്രഹം, അവരുടെ പടത്തെ നോക്കുമ്പോൾ ഒരു അനുഗ്രഹം, അവർക്ക് അവരുടെ ധൂപം വെക്കുമ്പോൾ അവിടെ മെഴുതിയെത്തിക്കുമ്പോൾ ഒരു അനുഗ്രഹം. ഇങ്ങനെ നമ്മുടെ പേരും നമ്മുടെ നിഴലും നമ്മുടെ സ്പർശനവും നമ്മുടെ ഓർമ്മകളും എല്ലാം അനുഗ്രഹമായി മാറും. നേരെ തിരിച്ചുകൊണ്ട് നമ്മളെ ആരെങ്കിലും ഓർത്തിട്ട് ശവിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടതാണെങ്കിൽ ശവിക്കപ്പെട്ടവന്റെ ഓർമ്മയോ? ശവിക്കപ്പെട്ടതാ. നമ്മളെ എല്ലാവരും ഓർക്കണം, സ്നേഹിക്കണമെന്ന് വലിയ വലിയ നിർബന്ധമാണ്. പക്ഷെ വല്ലവർക്കും വല്ലതും കിട്ടുമോ? അതുകൊണ്ട് കർത്താവ് എന്നെ ഇപ്പം ആരും കാണണ്ട, ആരും സ്നേഹിക്കുകയും വേണ്ട, അറിയുകയും വേണ്ട, എനിക്ക് എന്നെ നിന്റെ ഉള്ളിൽ മറയ്ക്കണം. ആരെങ്കിലും എന്നെ കാണുകയോ തൊടുകയോ ആരെങ്കിലും എന്നെ ആശ്രയിക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് അനുഗ്രഹം കിട്ടാമെങ്കിൽ എന്നെ ഇതിലോട്ട് ഇറക്കാവും. ആ ഒരു ഉറപ്പിൽ വേണം നടക്കാൻ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചലനങ്ങൾ, നമ്മുടെ സ്പർശനങ്ങൾ,
നമ്മുടെ നിഴല് എല്ലാം അനുഗ്രഹമായി മാറുന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണും. ഈ അവസ്ഥയിലേക്ക് വളർത്താൻ വേണ്ടിയാണ് പെന്തക്കോസ്ത് പെരുന്നാൾ വരുന്ന കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അതിനുവേണ്ടി അന്ന് പെന്തക്കോസ്തിയെ സംബന്ധിച്ച 120 പേരും പെന്തക്കോസ്ത് കഴിഞ്ഞ് 8 കൊല്ലം കഴിഞ്ഞ് വന്ന പൗലോസ്ലീഹായും ഇവരെല്ലാം വന്ന് എഫേസ്യർ 6:10 അനുസരിച്ച് 10 മുതൽ 24 വരെ യേശുവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവരുടെ കൃപ ഇരിക്കുമാറാകട്ടെ. കൃപമേൽ കൃപ കിട്ടി സർവായുധവർഗം ധരിച്ച് പിശാചിനെ തോൽപ്പിച്ച് നമ്മൾ കർത്താവിൻ്റെ പ്രിയ അസ്ഥിയും മാംസവും പ്രിയപ്പെട്ടവരുമായി മാറുവാൻ, അതിനുള്ളതായ കുറവുകൾ പരിഹരിക്കുവാൻ നമ്മളിപ്പോൾ അവരോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾക്ക് നിന്നിൽ മാത്രം രസിക്കുന്ന ഒരു മനസ്സ് ഞങ്ങൾക്ക് തരണം. നിന്നെ അല്ലാതെ ഞങ്ങൾക്ക് ഒന്നും വേണ്ട, നിന്നെ കൂടാതെ ഞങ്ങൾക്ക് ഒന്നും വേണ്ടെന്ന് പറയുന്നത് കുശൃതികളോട് ഞങ്ങൾ യാത്ര പറഞ്ഞിരിക്കുന്നു. കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച കർത്താവ് ഇന്ന് നിങ്ങളെ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്നത് കേട്ടോ. കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് പിള്ളേരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ കുശൃതി ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു, സഹിച്ചിരിക്കുന്നു. നിങ്ങൾ ഒത്തിരി ക്ഷീണിച്ചില്ലേ? ആ കർത്താവ് ആ സമുദ്ര തീരത്ത് രാത്രി മുഴുവൻ മെനക്കെട്ട് അപ്പവും ഒപ്പം കനലിൽ ചുട്ട മീനുമായിട്ട് കാത്തിരുന്നു. അതാണ് ഇന്നത്തെ കുർബാന. അത് നമ്മുടെ സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥന തുടരുകയാണ്. നയവാൻപനെ പോലെ തളർത്തിടുമേ അതിന് പ്രകാരം പുതിയ ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള 1-ാം ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ മാമോദീസായിലൂടെ ശിഷ്യത്വത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചെങ്കിലും നമ്മൾ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞവരും പാഴ്പണി ചെയ്യുന്നവരും കർത്താവിൽ നിന്ന് സ്നേഹത്തിൽ നിന്ന് അകന്നു പോയവരൊക്കെ ആകാം. എങ്കിലും കർത്താവ് നമ്മളെ ആരെയും തള്ളിക്കളയുന്നില്ല എന്നുള്ള ബോധത്തിൽ അവൻ നമ്മളെ തേടി വരുന്ന വിധം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിനോട് ചോദിക്കാതെ പാഴ്പണിക്ക് പോയെങ്കിലും കർത്താവ് അവരെ തേടി പുറകെ പോവുകയാണ്. പ്രിയംപുത്രൻ ധൂർത്തപുത്രൻ വീട്ടിൽ നിന്ന് പോയ അന്നു മുതൽ തിരികെ വരുന്നവരെ അപ്പൻ അവന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവൻ വരുമ്പോൾ അവന് കൊടുക്കാനുള്ള ആഹാരവും വസ്ത്രവും ആഭരണങ്ങളും ഒക്കെ പിതാവ് കരുതിയെന്ന് പറഞ്ഞ പോലെ നമ്മൾ നകന്നു പോയവർ തിരികെ വരുന്നതുവരെ നിരാശപ്പെടാതെ പിതാവിനോടൊത്ത് കാത്തിരിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുക. അകന്നു പോയവരെ ഓർത്ത് നിരാശപ്പെടാതെ നമ്മളും അകന്നിട്ട് അടുത്ത് വരുന്നവരാണ്, ഇനി അടുക്കാനുള്ളവരാണ് എന്നൊക്കെയുള്ള മനസ്സിലാക്കി നമ്മളെ സഹിക്കുകയും വഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ കൂടെ മറിഞ്ഞിരിക്കാമെങ്കിൽ കൃത്യസമയത്ത് അവരെ നേടിയെടുക്കുവാനുള്ള വലിയ സമ്പാദ്യങ്ങളും നിക്ഷേപങ്ങളുമായി നമുക്ക് അവരെ സന്ദർശിക്കാൻ സാധിക്കും. അവർ നമ്മളെ സന്ദർശിക്കാൻ ഇടയാവുന്ന കാര്യം ഇവിടെ ഓർപ്പിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് കേട്ടതായ തിരുവചന പശ്ചാത്തലത്തിൽ ആരെയും വെറുക്കാതെ, ആരെയും തള്ളാതെ, ആരെയും അമിതമായി സ്നേഹിക്കാതെ യേശുവിനെ മാത്രം സ്നേഹിക്കാൻ ഇവരെക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ച ചോദ്യം, എന്നും യേശുവിനേക്കാൾ അധികം പ്രിയപ്പെട്ടവരാരും നമ്മുടെ ഇവിടെ കാണാം. യേശുവിനേക്കാൾ പ്രിയപ്പെട്ട പലരും നമുക്കുണ്ടാകാം. കാരണം ദൈവത്തെ വിളിച്ചാൽ മറുപടിയൊന്നും കിട്ടുന്നില്ല. പിന്നെ വിളിച്ചാൽ കേൾക്കുന്നവരോട് പല്ലേ പറയാനൊക്കെ ഉള്ളൂ. ഫോണിൽ കൂടെ പ്രാർത്ഥിക്കാൻ കൊതിയുള്ള ഒത്തിരി പേരാണ്. എൻ്റെ അനുഭവം പറയുക, ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ ഞാനും കൂടെ കേൾക്കണം. 5-10 മിനിറ്റ്, 10, 20 മിനിറ്റ്, 26 മിനിറ്റ് വരെ ഇന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ നിങ്ങൾക്ക് നേരിട്ടങ്ങ് പ്രാർത്ഥിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ നേരിട്ട് പ്രാർത്ഥിച്ച കർത്താവ് കേൾക്കുമെന്ന് സംശയമാണ്. ബ്രഹ്മാച്ചൻ്റെ കൂടെയാണ് കർത്താവ് കേൾക്കുന്നത് വിചാരിച്ചെങ്കിൽ ഞാനിന്ന് വേനക്കെട്ട് കേട്ട് കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ കൊച്ചു പിള്ളേരെ നേടിയെടുക്കാൻ വേണ്ടി അപ്പനും അമ്മയും അവിടെ പുറകെ നടക്കുന്നവരെ, ദൈവത്തോട് നേരിട്ട് സംസാരിക്കാൻ കഴിവില്ലാത്തവർക്ക്, അവർക്ക് ദൈവത്തെക്കാൾ പരിചയം ഭൂമിയിലുള്ള ആരാണ്ടൊക്കെയാണ്. അവരെയും കൂടെ കൂട്ടുപിടിക്കുക. അപ്പം നമ്മൾ അവരെ ദൈവത്തിലേക്ക് തിരിച്ചു വിട്ടോണം. പറഞ്ഞാൽ മനസ്സിലായി? അപ്പോൾ അങ്ങനെ നമ്മൾ ആരുടെ അടുത്ത് പോയാലും യേശുവിലേക്ക് മടങ്ങി വരണം. ആര് നമ്മുടെ അടുത്ത് വന്നാലും അവരെ യേശുവിലേക്ക് തിരിച്ചു വിടണം. ഈ വലിയൊരു വേല ഇടുക്കവും ഞെരുക്കവും ഉള്ളതാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ അനേകരെ യേശുവിൻ്റെ അടുത്ത് കൊടുത്ത് തലയോട് ചേരുന്ന ഉടലാകുവാൻ നമ്മൾ അനേക നാളുകൾ ബന്ധപ്പെടാനുണ്ടെന്നുള്ള കാര്യം പഠിപ്പിച്ചിരിക്കുന്നു. അതിന് നമുക്ക് ഇപ്പോൾ നമ്മൾ ആരുടെ കൂടെയാണ്? ആര് പറയുന്ന കേട്ടാ പോകുന്നത്? ആരെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത്? അവരെല്ലാം വിട്ടേച്ച് കർത്താവേ നിന്നെ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞിപ്പോൾ ആരാധനയിൽ വന്നിരിക്കുക. നീ കർത്താവ് നീ പറയുന്നിടത്തേ ഞാൻ പോവുള്ളൂ, നീ വിളിക്കാൻ പറയുന്നവരോട് മാത്രമേ ഇടപെടുകയുള്ളൂ എന്ന് പറഞ്ഞ് കുരിശിൻ്റെ ചുവട്ടിലെ കൂട്ടായ്മ യേശു അംഗീകരിച്ചിട്ട് അവർക്ക് അനുഗ്രഹം കൊടുത്തതുപോലെ എല്ലാവരെക്കാളും എല്ലാത്തിനേക്കാൾ അധികം കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലെ കൂട്ടായ്മയും സ്വന്തമാക്കാമെങ്കിൽ കർത്താവ് കണ്ണു തുറന്നപ്പോൾ വേണ്ടത് തന്നുവിടും. അത് മാത്രമേ നമുക്ക് അനുഭവിക്കാനൊക്കെ എന്നുള്ള ബോധത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, നല്ല ദിവസത്തിനായി നന്ദി പറയുന്നു. ഈ 12 അപ്പോസ്തലന്മാരുടെയും ബലഹീനത ഞങ്ങൾക്ക് അല്പമായോ അധികമായോ ഉണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. യൂദായെ പോലെ ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ ഇടയാകില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. പത്രോസിനെയും കൂട്ടുകാരെയും പോലെ കർത്താവിനോട് ചോദിക്കാതെ ഞങ്ങൾ പാഴ്പണിക്ക് പോകാൻ ഇനി ഇടയാകരുത്. എല്ലാം കർത്താവിനോട് ചോദിച്ചിട്ട് മിണ്ടിയില്ലെങ്കിൽ മിണ്ടുന്ന കാലത്ത് പോയാൽ മതി എന്ന് വിചാരിച്ച് ഒന്നിനും ധൃതി വെക്കാതെ, കർത്താവ് മിണ്ടാതിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാനുള്ള പരീക്ഷയായിരിക്കാം.
കർത്താവ് നീ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പലരോടും മിണ്ടാൻ പോയി, പലരെ കൊണ്ട് മിണ്ടിക്കാൻ ശ്രമിച്ചു. അതിലൊക്കെ നിനക്ക് അമർഷമുണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കണം. കർത്താവ് ഞങ്ങളോട് സംസാരിക്കുന്നിടം വരെ ഞങ്ങൾ കാത്തിരിക്കുവാനും സ്വയപരിശോധന ചെയ്യാനും മറിഞ്ഞിരിപ്പാനും ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിനെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ.